എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഓണമൊക്കെ അടുത്ത് വരാറായല്ലോ. ഓണത്തിന് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഒഴികറി തന്നെയാണ് ഈ പരിപ്പ് കറി. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പരിപ്പ് കറിയും പപ്പടവും ഇല്ലാത്ത ഓണമില്ലല്ലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പരിപ്പ് കറി തയ്യാറാക്കി എടുക്കാനായിട്ട് അധികം സമയമൊന്നും എടുക്കത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ രുചികരമായിട്ടുള്ള ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയൊന്ന് തയ്യാറാക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഈ പരിപ്പ് കറി തയ്യാറാക്കി എടുക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയാലോ. ഈ പരിപ്പ് കറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുപയർ പരിപ്പാണ് എടുത്തേക്കുന്നത്. കഴുകി വൃത്തിയാക്കി ഇതൊന്ന് എടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാനുണ്ട്. ആ ഒരു രീതിയിലാണ് ഞാൻ ഈ പരിപ്പ് കറി തയ്യാറാക്കി എടുക്കുന്നത്. ഇനി അരപ്പിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയതും 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഇവിടെ ഞാൻ 2 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഒരു 4 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കേണ്ടതുണ്ട്. പരിപ്പെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഞാനൊരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പരിപ്പ് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. നമുക്ക് നെയ്യിൽ വേണമെങ്കിൽ ഇത് വറുത്തെടുക്കാവുന്നതാണ്. ഞാൻ 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. പരിപ്പ് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. നെയ്യിൽ വറുത്തെടുത്തിട്ട് തയ്യാറാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. നമുക്കിതൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം. ചെറുതായിട്ട് നിറമൊക്കെ ഒന്ന് മാറണം. ഈ ഒരു രീതിയിൽ നമ്മൾ വറുത്തെടുത്തിട്ട് പരിപ്പ് കറി തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പരിപ്പ് കറി ഓരോ രീതിയിലാണ് ഓരോരുത്തർ തയ്യാറാക്കിയെടുക്കുന്നത്. ഞാൻ തയ്യാറാക്കിയെടുക്കുന്ന രീതിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ആ പരിപ്പിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് നിറം മാറുന്നേ വന്നാൽ മതി. ഒത്തിരി അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കണം. നമ്മൾ ഈ ഒരു രീതിയിൽ വറുത്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ അത് പുറത്തോട്ടൊന്നും തെറിച്ച് വീഴുകയില്ല. കാരണം ലേശം എണ്ണ ഒഴിച്ചിട്ടാണല്ലോ നമ്മളിത് വറുത്തെടുത്തേക്കുന്നത്. ആ ഒരു എണ്ണയുടെ മയമുള്ളത് കൊണ്ട് ഒട്ടും തന്നെ കുക്കറിൻ്റെ പുറത്തോട്ടൊന്നും തെറിച്ച് വീഴത്തുമില്ല. 2 വിസിൽ അടുപ്പിച്ച് ഞാൻ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇനി തവി കൊണ്ടൊന്ന് ഉടച്ചും കൂടെ കൊടുക്കാം. അതിനുശേഷം ഞാൻ ഈ വേവിച്ച പരിപ്പ് ഒരു മൺചട്ടിയിലോട്ട് മാറ്റുകയാണ്. ഇതിലോട്ട് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ആ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ആ അരപ്പിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. പരിപ്പ് കറി എന്ന് പറയുന്നത് ഇരിക്കും തോറും കുറുകി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം വേണം വെച്ച് കൊടുക്കാൻ. ആദ്യം നമ്മൾ ഈ തേങ്ങയൊന്ന് ചൂടാക്കി കഴിഞ്ഞ ശേഷം ചെറിയ ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കറി എത്രത്തോളം ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി വേണം അതിനനുസരിച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുക. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ആ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. സദ്യയിൽ ഈ പരിപ്പ് കറി ഇല്ലാത്ത ഒരു ഊണിനെ പറ്റി നമുക്ക് ചിന്തിക്കാനും കൂടെ പറ്റില്ലല്ലോ. അധികം സമയമൊന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറിയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ പപ്പടവും ലേശം ഗീയും കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ മറ്റ് കറികളുടെ ആവശ്യമേ ഇല്ല. ഇത് മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാൻ. കറി ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് താളിച്ച് ചേർക്കണം. താളിച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് താളിപ്പ് വേണമെങ്കിൽ ഗീയിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. 1/2 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു വറ്റൽമുളക് ചെറുതായിട്ട് നുറുക്കിയതും കുറച്ച് കറി ലീഫും കൂടെയാണ് നമ്മൾ മൂപ്പിച്ച് ചേർക്കുന്നത്. ഇത്രയും മാത്രമേ ഉള്ളൂ. കൊച്ചുള്ളി ഒന്നും നമ്മൾ മൂപ്പിച്ച് ചേർക്കുന്നില്ല ഇവിടെ. രുചികരമായ പരിപ്പ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ആ താളിപ്പും കൂടെ ഒന്ന് ചേർത്ത് കഴിയുമ്പോഴത്തേക്കിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവച്ചത്. ഇന്നത്തെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ല്. നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. എന്നും ഒരേ രീതിയിലൊക്കെ പരിപ്പ് കറി തയ്യാറാക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കുഞ്ഞു ചാനലിൽ സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.